ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2019 റിലീസ് ചെയ്ത ഒരു കനേഡിയൻ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് സീ. അപ്പൊ നമുക്കൊട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിലെ കഥാനായിക എലിസബത്തിന്റെ ഫാമിലിയെ കാണിക്കുന്നു. ഇതാണ് ബെത്തിന്റെ ഹസ്ബൻഡ് കെവിൻ. പുള്ളിക്കാരൻ എപ്പോഴും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ബിസി ആയിരിക്കും. പിന്നെ ഇതാണ് ഇവരുടെ ഒരേ ഒരു മകനായിട്ടുള്ള ജോഷ്. ഒരു ഹാപ്പി ഫാമിലി. രാവിലെ തന്നെ മമ്മി രണ്ടുപേർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. കെവിൻ അങ്ങനെ ഓഫീസിലേക്ക് പോയി ബെത്തും മകനെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നു. ഈ ജോഷ് സ്കൂളിലേക്ക് പോകുന്നത് ബെത്തിന്റെ ഒരു കൂട്ടുകാരിയുടെ മകന്റെ കൂടിയാണ്, ഡാനിയലിന്റെ കൂടിയാണ്. അത് മറ്റൊന്നല്ല, നമ്മുടെ ജോഷിന് കൂട്ടുകാരൊന്നുമില്ല. മാത്രമല്ല ഡാനിയലും ജോഷും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇങ്ങനെ എല്ലാ ദിവസവും അവരൊന്നിച്ച് ക്ലാസ്സിലേക്ക് പോകുമ്പോ കൂട്ടായിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ബെത്ത് മകനെ നിർബന്ധിച്ച് കൂട്ടുകാരിയോടൊപ്പം പറഞ്ഞു വിടുന്നത്. പക്ഷേ യാതൊരു കാര്യവുമില്ല. ഡാനിയൽ അവനെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. എന്നാലും നമ്മുടെ ജോഷിന് അതൊന്നൊരു പ്രശ്നമല്ല. അവൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും. ക്ലാസ്സിലുള്ള ആരും തന്നെ ജോഷുമായിട്ട് കൂട്ടുകൂടാറില്ല, കളിക്കാറില്ല. ജോഷ് ആവട്ടെ അതൊന്നും തന്നെ മൈൻഡ് ചെയ്യാതെ അവൻ അവന്റേതായിട്ടുള്ള ഒരു ലോകത്തിലായിരിക്കും. എപ്പോഴും ചിത്രം വരയ്ക്കും, തനിച്ചിരുന്ന് സംസാരിക്കും. അവന്റെ ക്ലാസ് ടീച്ചറും ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം കൂട്ടുകാരില്ലാത്തതിന്റെ യാതൊരു സങ്കടോ കാര്യങ്ങളോ ജോഷിന്റെ മുഖത്ത് കാണാൻ പറ്റില്ല. പിന്നെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയ ജോഷ് വളരെ ആക്റ്റീവായിരിക്കും. കിടന്നുറങ്ങുന്നത് വരെ അവന്റെ കളിപ്പാട്ടങ്ങളോടൊക്കെ സംസാരിച്ച് തനിച്ചിരുന്ന് കളിക്കും. അന്ന് രാത്രി കെവിൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി ബെത്തുമായി ഇരുന്ന് TV കണ്ടോണ്ടിരിക്കുക. ഈ സമയത്താണ് ബെത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ജോഷ് തനിച്ചിരുന്ന് സംസാരിക്കുകയാണ്. അവള് മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോ ജോഷ് കളിപ്പാട്ടങ്ങളുമായിട്ടിരുന്ന് തനിച്ചിരുന്ന് സംസാരിക്കുന്നു. അതിനോടെല്ലാം ഉത്തരങ്ങൾ പറയുന്നുണ്ട്. ഇക്കാര്യം ബെത്ത് കെവിനോട് പറയും. നമ്മുടെ മോന് ഒരു ഇമാജിനറി ഫ്രണ്ട് ഉണ്ട്, അവൻ തനിച്ചിരുന്ന് സംസാരിക്കുക. എന്നാൽ കെവിൻ അതത്രയ്ക്ക് കാര്യമാക്കി എടുക്കില്ല. അവൻ കുഞ്ഞല്ലേ, ഇതൊക്കെ വളരെ നോർമലാണ് എന്ന രീതിയിലാണ് കെവിൻ സംസാരിക്കുന്നത്. അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ജോഷ് ഡാഡിയോടും മമ്മിയോടും ഗുഡ് നൈറ്റ് പറയും. അവന്റെ കളിപ്പാട്ടത്തിനോടും പിന്നെ ജോഷ് വളർത്തിയിരുന്ന ഒരു എലിക്കുട്ടിയോടും ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്. അത് മാത്രമല്ല ജോഷിനെ അടച്ചിട്ട മുറിയിൽ ഉറങ്ങാൻ പേടിയാണ്. അതുകൊണ്ട് റൂമിന്റെ ഡോറ് പൊതുവെ ലോക്ക് ചെയ്യാറില്ല. ബെത്ത് അത് സാധാരണ ചാരിയിടും. ജോഷിന് ഡോർ അടയ്ക്കുന്നത് ഒത്തിരി പേടിയാണ്. അടുത്ത ദിവസം പതിവ് പോലെ തന്നെ കെവിൻ ഓഫീസിലേക്ക് പോകുന്നു. ജോഷ് ക്ലാസ്സിലേക്ക് പോകുന്നു. ഒരല്പസമയം കഴിഞ്ഞ് ബെത്ത് അമ്മയെ കാണാനായിട്ട് വീട്ടിലേക്ക് പോയി. ബെത്തിന്റെ അമ്മ ഒരുപാട് വർഷങ്ങളായി അസുഖം ബാധിച്ച് കിടപ്പിലാണ്. ബെത്തിന്റെ ഡാഡി അവൾക്കൊരു 7-8 വയസ്സ് പ്രായമുള്ളപ്പോ ആത്മഹത്യ ചെയ്യായിരുന്നു. അതിനുശേഷമാണ് ബെത്തിന്റെ അമ്മയ്ക്ക് വയ്യാതായത്. ബെത്തിന് ഒരു സഹോദരിയുണ്ട്, ജന. അനിയത്തി തൊട്ടടുത്ത സിറ്റിയില് തനിച്ച് താമസിക്കുകയാണ്. അമ്മയെ കാണാനൊന്നും വരാറില്ല. അവര് തമ്മിൽ എന്തൊക്കെയോ കുടുംബ വഴക്കോ പിണക്കങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോ മമ്മി ബെത്തിനോട് പറയും, ഞാൻ നിന്റെ ഡാഡിയെ സ്വപ്നം കണ്ടു. അദ്ദേഹം വളരെ സുന്ദരനായിരുന്നു, ചെറുപ്പായിരുന്നു. മമ്മി ഇങ്ങനെ സങ്കടപ്പെടുമ്പോ ബെത്ത് മമ്മിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ മമ്മി എന്താ ചെയ്യാന്നറിയോ? ബെത്തിന്റെ കൈ അങ്ങ് തട്ടി മാറ്റി അവളോട് മുഖം തിരിച്ചു കിടക്കുകയാണ്. അങ്ങനെ നായിക വീട്ടിലേക്ക് തിരിച്ചെത്തി കുഞ്ഞിന്റെ മുറിയൊക്കെ ഒതുക്കി പെറുക്കി വൃത്തിയാക്കുമ്പോ ദേ ജോഷ് വളർത്തിയിരുന്ന അവന്റെ എലിക്കുഞ്ഞ് ചത്തു കിടക്കുകയാണ്. ഇത് കണ്ട് ബെത്തിനാകെ സങ്കടമായി. ഇനി ജോഷ് വരുമ്പോ അവനോട് എന്ത് പറയും? അന്ന് വൈകിട്ട് ആ ഫാമിലി ഒന്നിച്ചിരുന്ന് അത്താഴം കഴിക്കുന്നു. ഈ സമയം ജോഷും അവന്റെ ഇമാജിനറി ഫ്രണ്ടിനോട് തനിച്ചിരുന്ന് സംസാരിച്ച് ഫുഡ് കഴിക്കുന്നുണ്ട്. അതിന് വിളമ്പി കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട പാരന്റ്സ് ചിരിക്കുകയാണ്. ജോഷ്, നിന്റെ ഫ്രണ്ടിന്റെ പേരെന്താ? ഇത് കേട്ട് അവനൊരു അല്പനേരം ആ ആളില്ലാത്ത കസേരയിലേക്ക് നോക്കിയിരുന്നിട്ട് അവൻ പാരന്റ്സിനോട് പറയും, പേര് പറയുന്നത് അവൻ ഇഷ്ടമല്ല. ഓ എന്നാ ശരി, കുഴപ്പമില്ലാന്ന് പാരന്റ്സും പറയും. ഇത് കേട്ട ഉടനെ തന്നെ ജോഷ് തനിയെ നിന്ന് സ്വകാര്യം പറയാണ്, പ്ലീസ് എന്റെ അച്ഛനമ്മയ്ക്കും നിന്റെ പേരറിയണം, ഞാൻ അവരോട് പറഞ്ഞോട്ടെ. ജോഷ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടിട്ടും ആ പേരന്റ്സ് ഇരുന്ന് ചിരിക്കുകയാണ്. അവർക്കതിലെ സ്ട്രെയിഞ്ച് ആയിട്ടൊന്നും തന്നെ തോന്നിയില്ല. ശരിക്കും ആ കസേരയിലെ ആരോ ഇരിക്കുന്നത് പോലെ തന്നെയാണ് ജോഷ് തനിയെ നിന്ന് സംസാരിക്കുന്നത്. ഉടനെ തന്നെ ജോഷ് പേപ്പറിൽ എന്തോ കുത്തി വരയ്ക്കാൻ തുടങ്ങി. അതവന്റെ ഫ്രണ്ടിന്റെ പേരാണ്, സീ. പേര് കൊള്ളാലോ. ഹലോ സീ എന്ന് പറഞ്ഞ് രണ്ടുപേരും ജോഷിന്റെ ഫ്രണ്ടിനെ പരിചയപ്പെടുന്നു. അവര് 4 പേരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു. അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ പതിവ് പോലെ തന്നെ ജോഷ് എല്ലാവരോടും ഗുഡ് നൈറ്റ് പറയും. ഇന്ന് രാവിലെ ചത്തുപോയ ആ എലിക്കുഞ്ഞിനോടും അവൻ ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോ ബെത്ത് കുഞ്ഞിനോട് ചോദിക്കും, മാച്ചി അവൻ മരിച്ചു പോയില്ലേ, ഇനി അവനോട് ഗുഡ് നൈറ്റ് പറയണോ? അതിന് ജോഷ് പറയും, മരിച്ചു പോയി എന്നതുകൊണ്ട് ആരും ഇല്ലാതാവുന്നില്ല. മരിച്ചാലും മാച്ചിക്ക് അവൻ എന്നെ കേൾക്കാൻ പറ്റും, എന്നെ കാണാൻ പറ്റും. ബെത്ത് അങ്ങനെ കുഞ്ഞിനെ ഉറക്കി കിടത്തി
നടത്തി ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ജോഷ് മമ്മിയോട് പറയും ആ ഡോർ അടയ്ക്കൂ. ഇത് കേട്ട് ബെത്ത് ആകെ ഞെട്ടിപ്പോയി. അവന് ഡോർ അടയ്ക്കുന്നത് ഒത്തിരി പേടിയാണ്. ജോഷ് പറയുന്നത് അവന്റെ സീക്ക് വെട്ടവും വെളിച്ചൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ആ ഡോർ അടയ്ക്കാനാണ്. ഇക്കാര്യങ്ങളൊക്കെ ബെത്ത് കെവിനോട് പറയും. എന്താണെന്നറിയില്ല, ജോഷ് ഇപ്പോ വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വെറും കുട്ടിക്കളിയാണ് എന്ന് കരുതി ബെത്ത് ഇത്രയും നാളും ഒന്നും മിണ്ടാതിരുന്നു. ഇപ്പതേ പെട്ടെന്നൊരു ദിവസം മുറിയിലെ ലൈറ്റ് ഒക്കെ ഓഫാക്കി ഡോറൊക്കെ ലോക്ക് ചെയ്ത് കുഞ്ഞ് തനിയെ കിടന്നുറങ്ങാണ്. ഇത് കേൾക്കുമ്പോ കെവിൻ അവളെ സമാധാനിപ്പിക്കുകയാണ്. ജോഷിന് 8 വയസ്സായില്ലേ, അവൻ വളർന്നോണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ്. അടുത്ത ദിവസം ജോഷ് അവന്റെ കൂട്ടുകാരൻ ഡാനിയലിനെ കാത്തു നിൽക്കുകയാണ്. പക്ഷേ കുറെ സമയം കാത്തു നിന്നിട്ടും ഡാനിയലിന്റെ കാറ് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ബെത്താണ് അന്ന് കുഞ്ഞിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. ഡാനിയല് നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അവൻ ലീവാണെന്നോ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും? പക്ഷേ നമ്മുടെ ജോഷ് ആണെങ്കിലേ ഇതൊന്നും തന്നെ കേൾക്കാതെ പുറത്തേക്ക് നോക്കി കണ്ണും തോർപ്പിച്ചിരിക്കുകയാണ്. സ്കൂളെത്തിയതും അവൻ കാറിൽ നിന്ന് ഇറങ്ങി ഓടി ക്ലാസ്സിലേക്ക് പോയി. ബെത്ത് അവനെ വിളിച്ചു നോക്കിയിട്ട് കുഞ്ഞവളെ തിരിഞ്ഞു പോലും നോക്കിയില്ല. പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തിയ ബെത്ത് കുഞ്ഞിന്റെ മുറിയൊക്കെ ക്ലീൻ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോ ബെത്തിന് ആ ഇരുട്ടില് തിളങ്ങുന്ന 2 കണ്ണുകൾ കാണാം. അവളെ പേടിച്ച് തിരിഞ്ഞ് ആ ലൈറ്റ് ഇട്ട് നോക്കുമ്പോ അത് ജോഷിന്റെ ഒരു കളിപ്പാട്ടുമാണ്, അല്ലാതെ പ്രേതവും ഭൂതമൊന്നുമല്ല. ഒരല്പസമയം കഴിഞ്ഞ് ബെത്തിന് സ്കൂളിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. അതായത് ജോഷിന്റെ മോശപ്പെട്ട പെരുമാറ്റം കൊണ്ട് അവനെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുക. ഇതിനു മുന്നേ ക്ലാസ് ടീച്ചർ അവനെ ഒരുപാട് തവണ വാൺ ചെയ്തിരുന്നു. അവന് ഒത്തിരി റെഡ് കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. തനിച്ചിരുന്ന് സംസാരിക്കുക, ടീച്ചർ പറയുന്നത് ഒന്ന് തന്നെ അനുസരിക്കില്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല, കുട്ടികളോട് മോശപ്പെട്ട് സംസാരിക്കുക, പിന്നെ പേടിപ്പെടുത്തുന്ന കഥകളൊക്കെ പറഞ്ഞ് കുട്ടികളെ പേടിപ്പിക്കുക. അങ്ങനെ കുറെ അധികം കംപ്ലൈന്റ് കിട്ടിയതിനെ തുടർന്ന് ജോഷിനെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇക്കാര്യങ്ങളൊക്കെ ബെത്ത് കെവിനോട് പറഞ്ഞ് ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട്. കെവിന് ജോലി തിരക്ക് കാരണം മകനെ ശ്രദ്ധിക്കാൻ പറ്റാറില്ല. അവര് തമ്മിൽ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് തർക്കിക്കുന്നുണ്ട്. അങ്ങനെ ബെത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി കുഞ്ഞിനെ ഒരു സൈക്കോളജി ഡോക്ടറെ കാണിക്കാനായിട്ട് കെവിൻ സമ്മതിക്കുകയാണ്. കെവിന് അതിന് തീരെ താല്പര്യമില്ല. അടുത്ത ദിവസം തന്നെ അവരെ കുഞ്ഞിനെയും കൊണ്ട് ഡോക്ടർ സീഗറിനെ കാണാനായിട്ട് പോയി. കുട്ടികൾക്ക് ഒരു ഇമാജിനറി ഫ്രണ്ട് എന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ബോറിംഗ് ആയിട്ടുള്ള ലൈഫ്, ഒറ്റപ്പെടല്, സ്നേഹമില്ലായ്മ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും കുട്ടികള് ഈ ഒരു അവസ്ഥയിലേക്ക് പോവാം. ചിലപ്പോഴൊക്കെ അത് നല്ലതായിരിക്കാം, കാരണം കുട്ടികൾ ഹാപ്പി ആയിരിക്കും. പക്ഷേ മറ്റു ചിലപ്പോഴൊക്കെ അതൊത്തിരി അപകടം പിടിച്ച അവസ്ഥയിലെത്തിക്കും. ഇതിലിപ്പോ ജോഷിനെ മരുന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവനിപ്പോ വേണ്ടത് നല്ലൊരു ഫ്രണ്ടാണ്, നല്ല കൂട്ടുകെട്ടുകളാണ്. എന്നാലേ അവൻ റിയാലിറ്റിയിലേക്ക് വരത്തുള്ളൂ. അതിനുവേണ്ടി പേരൻസ് നിങ്ങൾ സമയം കണ്ടെത്തണം. ഡോക്ടർ സീഗറിനെ ജോഷിനെ കണ്ടിട്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളുള്ളതായിട്ട് തോന്നിയില്ല. ഒരു 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി. അവന് അതിന്റേതായിട്ടുള്ള കുറുമ്പും വാശിയൊക്കെ കാണും. അവരങ്ങനെ ഡോക്ടറോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോ അവിടെ കളിച്ചുകൊണ്ടിരുന്ന ജോഷ് പുറത്തേക്ക് ഓടും. സി വാ നമുക്ക് പോവാം. ഇത് കേട്ട് ഡോക്ടർ ഒന്ന് ഷോക്കായി. ഇവരവിടെ നിന്ന് പോയതിനു ശേഷം സി എന്ന പേര് കേട്ട് ഡോക്ടർ അങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അടുത്ത ദിവസം ബെത്ത് ജോഷിന്റെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അവനെ തനിച്ചിരിക്കാൻ സമ്മതിക്കില്ല. എന്നാലും ഈ സമയത്തൊക്കെ തന്നെ ജോഷ് സിയോട് തനിച്ചു നിന്ന് സംസാരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. ഒരു ദിവസം ബെത്ത് കുഞ്ഞിനെ ഒരു പ്ലേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. രണ്ടുപേരും ഒരുപാട് നേരം കളിക്കുന്നുണ്ട്. അവനും ഒത്തിരി ഹാപ്പിയായി. ഈ സമയം ജോഷ് ഒരു സ്ലൈഡിനുള്ളിലേക്ക് കയറിയിട്ട് മമ്മിയെ വിളിക്കും. എന്നാ ബെത്ത് അതിനകത്തേക്ക് കയറില്ല. പക്ഷേ ജോഷ് ആ സ്ലൈഡിലൂടെ പോകുന്ന നേരത്ത് എന്തോ ഒരു ഭീകര രൂപം അത് ജോഷിന്റെ പിന്നാലെ പോകുന്നത് ബെത്ത് കാണും. അതാ സിയാണ്. പിന്നെ പറയണോ, നായിക പെട്ടെന്ന് തന്നെ മുകളിലേക്ക് വലിഞ്ഞു കയറി കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോ ജോഷ് അവിടെ ബോധമില്ലാതെ കിടക്കാണ്. വിളിച്ചിട്ട് അനക്കുമില്ല. പെട്ടെന്ന് ജോഷ് ചിരിക്കാൻ തുടങ്ങി. ഞാൻ പറ്റിച്ചേ, മമ്മിയെ ഞാൻ പറ്റിച്ചേന്നും പറഞ്ഞു. അന്ന് വൈകിട്ട് നടന്ന എല്ലാ കാര്യങ്ങളും അവള് കെവിനോട് പറയും. അവളിന്ന് നേരിട്ട് സിയെ കണ്ടിരിക്കുകയാണ്. പക്ഷേ കെവിൻ ഇതൊന്നും വിശ്വസിക്കില്ല. ഇതൊക്കെ നിന്റെ തോന്നലാണെന്നും പറഞ്ഞ് ബെത്തിനെ കളിയാക്കാണ്. അന്ന് രാത്രി ബെത്തിനെ കൊണ്ട് ഉറങ്ങാനേ കഴിഞ്ഞില്ല. അന്ന് രാത്രി മുഴുവനും ബെത്ത് കുഞ്ഞിന്റെ മുറിക്ക് തൊട്ടടുത്തിരുന്ന് അവൻ തനിച്ചിരുന്ന് സംസാരിക്കുന്നതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം ബെത്തിന്റെ മമ്മി മരണപ്പെടുന്നു. വർഷങ്ങൾക്ക് ശേഷം ബെത്തിന്റെ അനിയത്തി ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, അമ്മ മരണപ്പെട്ടിട്ടും ജന അമ്മയെ കാണാൻ തയ്യാറായില്ല. ഈ സമയം ബെത്ത് പാരന്റ്സിന്റെ പഴയ ഫോട്ടോസ് ഒക്കെ നോക്കി ഒത്തിരി സങ്കടത്തിൽ നിൽക്കുക. അവൾക്ക് ഡാഡിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഈ സമയം താഴെ ബേസ്മെന്റിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കാം. സീ സീ എന്ന് പറഞ്ഞിട്ട്. അതൊരു കളിപ്പാട്ടമായിരുന്നു. പക്ഷേ ബെത്ത പിയാനോ ബോക്സ് എടുത്ത് നോക്കുമ്പോ അതിപ്പോ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ആ ശബ്ദം കേട്ടത് അതെന്തായിരിക്കും എന്ന് കരുതി അവളാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. മമ്മിയുടെ ചടങ്ങുകളൊക്കെ ചെയ്യുന്നത് കാരണം 2-3 ദിവസം ബെത്ത് തിരക്കിലായിരിക്കും. കെവിന് ജോലി തിരക്ക് കാരണം കുഞ്ഞിനെ നോക്കാനും പറ്റത്തില്ല. സോ അതുകൊണ്ട് ബെത്ത് ജോഷിന്റെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ ഫോൺ നമ്പറൊക്കെ കണ്ടെത്തി അവരുടെ പേരൻസിനെ വിളിക്കും. ഒരു പ്ലേ ഡേറ്റിന്
സന്തോഷത്തിന് വേണ്ടി. ജോഷ് കുട്ടികളുമായിട്ട് കൂട്ടുകൂടുകയാണെങ്കിൽ അവന്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവില്ലേ? പക്ഷേ ജോഷിന്റെ പേര് കേട്ട ഉടനെ തന്നെ എല്ലാ പേരൻസും ഫോൺ കോൾ കട്ട് ചെയ്യും. ആരും തന്നെ ബെത്തിനോട് സംസാരിക്കാൻ പോലും തയ്യാറായില്ല. എല്ലാവർക്കും ജോഷിനെ പേടിയാണ്. അതുകൊണ്ട് തന്നെ ബെത്തിന് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. നായിക കുഞ്ഞിനെയും കൊണ്ട് ഡാനിയലിന്റെ വീട്ടിലേക്ക് പോയി. എന്നാൽ ജോഷിനെ കണ്ട് ഡാനിയലിന്റെ മമ്മി ആകെ അപ്സെറ്റ് ആയിട്ടിരിക്കുക. അവൻ ഡാനിയലിനെ തെരഞ്ഞ് വീടിന്റെ മുകളിലേക്ക് ഓടി. ആ സ്ത്രീ ജോഷിനെ തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും ജോഷ് മുകളിലേക്ക് ഓടിപ്പോയി. മറ്റുള്ള പാരന്റ്സിനെ പോലെ തന്നെ ഡാനിയലിന്റെ മമ്മിയും ജോഷിന്റെ പെരുമാറ്റം സംസാരമൊക്കെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. ആ സ്ത്രീ അത് ബെത്തിനോട് തുറന്നു പറയുന്നുണ്ട്. ഡാനിയൽ ഇപ്പോ ജോഷിനോട് മിണ്ടാത്തതിന് കാരണം ജോഷി മൃഗങ്ങളെയൊക്കെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നതും അതിനെ കൊല്ലുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ചെറുക്കനെ പേടിപ്പിച്ചു. ഈ ഒരു കാര്യം കേട്ട് ബെത്താകെ ഞെട്ടിപ്പോയി. അവളെ കൊണ്ട് ഇത് വിശ്വസിക്കാൻ വയ്യ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് എന്തോ ഒന്ന് താഴേക്ക് വീഴുന്ന ശബ്ദം കേട്ട് അവര് തിരിഞ്ഞു നോക്കുമ്പോ ഡാനിയല് ബാൽക്കണിന്ന് താഴെ വീണിരിക്കുക. ബെത്ത് നേരെ മുകളിലേക്ക് നോക്കി ബാൽക്കണിയിലെ ജോഷ് നിൽക്കുന്നുണ്ട്. അവന്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഇല്ല. പേടിയോ സങ്കടോ യാതൊന്നുമില്ല. അങ്ങനെ മെഡിക്കൽ ഹെൽപ്പ് എത്തി ഡാനിയലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയം ഡാനിയലിന്റെ മമ്മി നിലവിളിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളെ രണ്ടുപേരെയും എന്റെ മകന്റെ പരിസരത്ത് പോലും കണ്ടേക്കരുത്. ബെത്തിനും ആ സ്ത്രീയെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയില്ല. മാത്രമല്ല ഈ ഒരു സംഭവത്തോടു കൂടി ബെത്തിനും മകനെ പേടിയായി തുടങ്ങി. അവൻ തനിച്ചിരുന്ന് കളിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ ഒരു പേടിയോടെയാണ് ബെത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ നായിക കെവിൻ അറിയാതെ ഇമാജിനറി ഫ്രണ്ടും ഇല്യൂഷനും ഒക്കെ ഇല്ലാതാക്കാനായിട്ട് കുഞ്ഞിന് മരുന്ന് കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അടുത്ത ദിവസം ബെത്ത് മകനെ ഫുഡ് കഴിക്കാനായിട്ട് ഒരുപാട് നേരം കാത്തിരുന്നു. പക്ഷേ കുറെ സമയം കഴിഞ്ഞിട്ടും ജോഷിനെ മുറിക്ക് പുറത്തേക്ക് കാണുന്നില്ല. അവൻ പതിവ് പോലെ തന്നെ മുറിക്കുള്ളിലെ തനിച്ചിരുന്ന് സംസാരിക്കുകയാണ്. ജോഷ്, ഞാൻ നിന്നെ എത്ര നേരമായി ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുന്നു. ബെത്ത് കുറെ നേരം മകനെ വിളിച്ചിട്ടും അവൻ അതിന് പ്രതികരിക്കുന്നില്ല. ചുമരിലേക്ക് നോക്കി മിണ്ടാതിരിക്കുക. ഇപ്പോഴാണ് ബെത്ത ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. കുഞ്ഞാ ചുമരിലെ ഒരു ഡെവിളിന്റെ ചിത്രം വരച്ചിരിക്കുകയാണ്. ഈ ചിത്രം കണ്ട് ബെത്തിനെ കൊണ്ടൊന്നും മിണ്ടാൻ വയ്യ. അവൾ ഉടനെ തന്നെ മകനെയും കൊണ്ട് താഴേക്ക് ഇറങ്ങിപ്പോയി. എന്നാ ജോഷ് ആണെങ്കില് ഇപ്പോ ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ല. ടേബിളിന് മുന്നിൽ മിണ്ടാതിരിക്കുക. നിനക്കെന്താ വിശക്കുന്നില്ലേ? അതിന് ജോഷ് പറയും, സീ പറഞ്ഞു എന്നോട് ഈ ഫുഡ് കഴിക്കാൻ പാടില്ലെന്ന്. അതായത് ജോഷിന്റെ ഫുഡിനകത്ത് മരുന്ന് ചേർത്തിരിക്കുന്നത് ആ ഡെവിളിനറിയാം. എന്നാ ശരി, ഞാൻ തന്നെ ആദ്യം കഴിക്കാന്നും പറഞ്ഞ് ബെത്ത് കുറച്ച് പാലെടുത്ത് കുടിക്കും. ഇനി കഴിക്കാലോ. ജോഷ് അങ്ങനെ ആ ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങനെ തുടർന്നുള്ള ദിവസങ്ങളില് ജോഷ് വളരെ സൈലന്റ് ആയി. അവനിപ്പോ തനിച്ചിരുന്ന് സംസാരിക്കുന്നില്ല. ചിരിയും കളിയൊന്നുമില്ല. അതായത് ജോഷിനിപ്പോ സി എന്ന ഇമാജിനറി ഫ്രണ്ടിനെ കാണാൻ പറ്റാതായി. അടുത്ത ദിവസം ബെത്ത് മമ്മിയുടെ വീട്ടിലേക്ക് പോയി. ആ വീട്ടിനകത്ത് അവർക്ക് ആവശ്യമുള്ള പഴയ സാധനങ്ങളൊക്കെ തെരഞ്ഞോണ്ടിരിക്കുകയാണ്. ജോഷ് അവിടെ തനിച്ചിരുന്ന് TV കാണുന്നു. മിണ്ടാട്ടമൊന്നുമില്ല. അങ്ങനെ ചേച്ചിയും അനിയത്തിയും ആ വീട് ക്ലീൻ ചെയ്തോണ്ടിരിക്കുമ്പോ അവർക്ക് ഒരുപാട് ഫോട്ടോസും പഴയൊരു ക്യാമറയും ഒരുപാട് വീഡിയോ ടേപ്സ് ഒക്കെ കണ്ടുകിട്ടി. ഈ സമയം ബെത്ത് മകനെ ചെന്ന് നോക്കുമ്പോ ജോഷിനെ അവിടെ കാണുന്നില്ല. ആ വീട് മുഴുവൻ നോക്കിയിട്ട് കുഞ്ഞിനെ കാണുന്നില്ല. പിന്നെ ബെത്തിന്റെ ഡാഡിയുടെ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോ ജോഷ് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ നോക്കിക്കൊണ്ട് നിൽക്കുക. അവള് പെട്ടെന്ന് തന്നെ ജോഷിനെയും കൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. അന്ന് രാത്രി ബെത്ത് വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ആ പഴയ വീഡിയോ ടേപ്സ് ഒക്കെ കണ്ടു നോക്കുകയാണ്. ആ വീഡിയോയില് ബെത്തും ബെത്തിന്റെ അനിയത്തിയും ഓടിക്കളിക്കുന്നു. അവര് ജനയുടെ രണ്ടാമത്തെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. അങ്ങനെ കേക്ക് മുറിക്കാൻ നേരത്ത് ബെത്തിനെ കാണാതെ ഡാഡി മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോ നമ്മുടെ ജോഷിനെ പോലെ തന്നെ ബെത്ത് തനിച്ചിരുന്ന് സംസാരിക്കുകയാണ്. ഇത് കണ്ട് ബെത്താകെ അന്തം വിട്ടിരിക്കുക. കുട്ടിക്കാലത്ത് ബെത്തിനും ഒരു ഇമാജിനറി ഫ്രണ്ട് ഉണ്ടായിരുന്നു, സി. അവളെ കൊണ്ട് ഇത് വിശ്വസിക്കാൻ വയ്യ. പേടിച്ചിട്ട് ബെത്ത് ഉടനെ തന്നെ ആ പഴയ വീഡിയോ ടേപ്സും ഫോട്ടോസും ഒക്കെ കത്തിച്ചു കളയും. അപ്പൊ തന്നെ ആ കാടിനകത്ത് നിന്ന് എന്തോ അലറിക്കരയുന്ന ശബ്ദം കേൾക്കാം. അവൾ ആ കാടിനകത്തേക്ക് നോക്കിയിട്ട് ഒന്നിനെയും കാണുന്നില്ല. അടുത്ത ദിവസം കെവിൻ മകന്റെ മുറിയിലെ ആ ഡെവിളിന്റെ ചിത്രം മാച്ചു കളയാൻ അതിനു മീതെ പെയിന്റ് ചെയ്യുന്നുണ്ട്. ഈ സമയം ബെത്ത് മകന് ഫുഡ് കൊടുക്കുന്നു. അവനിപ്പോ തീരെ വയ്യാത്തൊരവസ്ഥയിലാണ്. ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. ജോഷിന് നന്നായിട്ട് പനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നായിക പെട്ടെന്ന് തന്നെ ആ മരുന്ന് കലർത്തിയിട്ടുള്ള ഫുഡൊക്കെ എടുത്ത് മാറ്റിവെച്ചു. ഉടനെ തന്നെ ബെത്ത് ഡോക്ടറിനെ വിളിച്ച് കാര്യം പറയും. അവന് പനിക്കുന്നുണ്ട്, വൊമിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. ബെത്ത് ഇങ്ങനെ ഡോക്ടറിനോട് സംസാരിക്കുന്നത് കെവിൻ കേട്ടോണ്ട് വരും. കുഞ്ഞിന് മരുന്ന് കൊടുക്കുന്ന കാര്യം കെവിൻ അറിയില്ലല്ലോ. പിന്നെ ഇതിന്റെ പേരില് രണ്ടുപേരും തർക്കിക്കുന്നുണ്ട്. അവൻ ഡാനിയലിനെ ബാൽക്കണിന്ന് തള്ളിയിട്ടതിന് ശേഷമാണ് ബെത്ത് കുഞ്ഞിന് മരുന്ന് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. പിന്നീട് ഒരിക്കലും ജോഷ് സിയോട് സംസാരിക്കുന്നത് ബെത്ത് കണ്ടിട്ടില്ല. എന്തായാലും കെവിനെ കൊണ്ട് ഇത് ഉൾക്കൊള്ളാൻ വയ്യ. കെവിൻ ആ മരുന്നൊക്കെ എടുത്ത് കളയുന്നുണ്ട്. അന്ന് രാത്രി ബെത്ത് ഉറക്കമില്ലാതെ കുഞ്ഞിന് കാവലിരിക്കുകയാണ്. ഈ സമയം താഴെ നിന്ന് സി എന്ന് ശബ്ദം കേൾക്കാം. അവള് മമ്മിയുടെ വീട്ടിൽ നിന്ന് കുറെ പഴയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നില്ലേ, അതില് പഴയൊരു ടോയ് അത് തനിയെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബെത്ത് ആ ടോയ് എടുത്ത് നോക്കിയിട്ട് അത് മുന്നത്തെ പോലെ തന്നെ വർക്ക് ചെയ്യുന്നില്ല. പെട്ടെന്ന് ആ പിയാനോയിൽ നിന്ന് ബെത്ത് എന്നാരോ വിളിക്കുന്ന ശബ്ദം കേൾക്കാം. പിന്നെ അതിലേതൊക്കെയോ അക്ഷരങ്ങള് മിന്നിക്കൊണ്ടിരുന്നു. ബെത്തിന് അത് കണ്ടിട്ട് ഒന്നും തന്നെ മനസ്സിലായി.
മനസ്സിലായില്ല. ഉടനെ തന്നെ ആ അക്ഷരങ്ങളൊക്കെ ഒരു പേപ്പറിൽ പകർത്തി എഴുതി. അതായത് ആ ടോയ് പറയുന്നത് ഇമാജിൻ, അവളോട് സിയെ ഇമാജിൻ ചെയ്യാനാണ്. അന്ന് രാത്രി ബാത്ത് ടബിന് ചുറ്റും മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച് അവള് സി എന്ന ഇമാജിനറി ഫ്രണ്ടിനെ സങ്കല്പിക്കുകയാണ്. അവൾക്ക് കുട്ടിക്കാലത്ത് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴോ അവളത് മറന്നുപോയി. അവള് കുറെ നേരം കണ്ണുകൾ അടച്ചിരുന്നു. പെട്ടെന്ന് ചുറ്റുമുണ്ടായിരുന്ന തിരികളൊക്കെ അണഞ്ഞുപോയി. ബെത്ത് കണ്ണു തുറന്നു നോക്കുമ്പോ അവൾക്ക് മുന്നിൽ ആ ഡെവിളിനെ കാണാം. ആ രൂപത്തെ കണ്ട് അവള് നിലവിളിച്ച് കരയുന്നുണ്ട്. കെവിൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഓടിയെത്തി. അവള് തന്റെ കുട്ടിക്കാലത്തെ ഫ്രണ്ടിനെ കുറിച്ച് കെവിനോട് പറയും. തന്നെ ഹോണ്ട് ചെയ്തിരുന്ന ശക്തിയാണ് ഇപ്പോ ജോഷിനെ ഹോണ്ട് ചെയ്യുന്നത്. അതൊരിക്കലും ജോഷിന്റെ ഇമാജിനേഷനോ തോന്നലോ അല്ല. എന്നാൽ ഇപ്പോഴും കെവിൻ ഇതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. ഭാര്യയെ സമാധാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം രാത്രി ബെത്ത് കുഞ്ഞിനെ ഉറക്കാനായിട്ട് മുറിയിലേക്ക് ചെല്ലുമ്പോ ജോഷ് മമ്മിയോട് പിണക്കത്തിലാണ്. സാധാരണ അവൻ കളിപ്പാട്ടത്തിനോടും ഡാഡിയോടും മമ്മിയോടൊക്കെ ഗുഡ് നൈറ്റ് പറയാറുള്ളതാണ്. മമ്മി, നിങ്ങൾ എന്നോട് മിണ്ടണ്ട, നിങ്ങള് സിയെ കണ്ടിട്ടില്ലേ? ഇത് കേട്ട് ബെത്താകെ ഞെട്ടിപ്പോയി. നിന്നോട് ആരാ ഇത് പറഞ്ഞത്? മകന്റെ ഈ ചോദ്യങ്ങളൊക്കെ കേട്ട് ബെത്തിന് എന്തു മറുപടി പറയണോന്നറിയില്ല. അന്ന് പാതിരാത്രി തന്നെ ബെത്ത് ഡോക്ടർ സീഗറിനെ ഫോൺ ചെയ്യുന്നുണ്ട്. ബെത്ത്, നീ ഓക്കെ ആണോ? ജോഷിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതിനെ ബെത്ത് പറയും, ഞാനിപ്പോ വിളിച്ചത് ജോഷിന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ്. ഇത് കേട്ട ഉടനെ തന്നെ ഡോക്ടർ അവളോട് ചോദിക്കും, അപ്പോ അത് തിരിച്ചു വന്നുവല്ലേ? ബെത്താണെങ്കിലേ ഇത് കേട്ട് ഞെട്ടിപ്പോയി. അന്ന് രാത്രി തന്നെ ബെത്ത് ഡോക്ടറിന്റെ വീട്ടിലേക്ക് പോവാണ്. അന്നൊരിക്കലെ ജോഷ് സി എന്ന് പറഞ്ഞ് തനിയിരുന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോ തന്നെ ഡോക്ടർക്ക് എന്തോ പന്തികേട് തോന്നിയിരുന്നു. ഡോക്ടർ മുൻപ് എവിടെയോ സി എന്ന പേര് കേട്ടിട്ടുണ്ട്. അത് മറ്റൊന്നല്ല, ബെത്ത് കുഞ്ഞായിരുന്നപ്പോ ഡോക്ടർ സീഗറിന്റെ പേഷ്യന്റ് ആയിരുന്നു. ബെത്ത് ജോഷിനെ പോലെ തന്നെ അഗ്രസീവായിട്ട് പെരുമാറുന്നത് കാരണം ബെത്തിന്റെ ഡാഡിയാണ് സഹായത്തിനായിട്ട് ഡോക്ടറിന്റെ അടുത്തേക്ക് വന്നത്. അന്ന് ഡോക്ടർക്ക് അറിയാവുന്ന സി വളരെ അപകടകാരിയായിരുന്നു. കാരണം സിക്ക് ആരെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം, ആരെയും കൊല്ലാം. പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ബെത്തിന്റെ ഡാഡി ബെത്തിനെയും കൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് വരാതായി. അപ്പോ ഡോക്ടർ കരുതിയത് ബെത്ത് ഓക്കെ ആയി, അവളുടെ അസുഖം മാറി എന്നൊക്കെയാണ്. പക്ഷേ അപ്പോഴും ഡോക്ടർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരു ട്രീറ്റ്മെന്റും ഇല്ലാതെ ബെത്ത് എങ്ങനെ രക്ഷപ്പെട്ടു? ഇക്കാര്യം പറഞ്ഞ ഡോക്ടർ അവൾക്ക് സെഷൻസിന്റെ വീഡിയോസ് കാണിച്ചു കൊടുക്കും. ആ വീഡിയോയില് ഡോക്ടർ ബെത്തിനോട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിയോടും സംസാരിക്കുന്നുണ്ട്. കുഞ്ഞു ബെത്ത് അതിനെല്ലാം തന്നെ മറുപടി പറയാണ്. ജോഷ് ചെയ്തിരിക്കുന്ന എല്ലാ കുരുത്തക്കേടുകളും ബെത്തും ആ പ്രായത്തിൽ ചെയ്തിരുന്നു. ഒത്തിരി അഗ്രസീവായിട്ട് പെരുമാറിയിരുന്നു. അത് കാരണം ബെത്ത് സ്കൂളിലേക്ക് പോവാതായി. എന്തിനെ അവള് തന്റെ പേരൻസിനെ വെറുക്കാൻ തുടങ്ങി. അക്കാര്യം അവള് ഡാഡിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ഡാഡിക്ക് ഒരുപാട് സങ്കടമായി. ബെത്ത്, അതെന്താ നീ ഡാഡിയോട് അങ്ങനെ പറഞ്ഞത്? അതിനെ കുഞ്ഞു ബെത്ത് പറയും, അതാണ് സത്യം, അവർക്കെന്നെ ഇഷ്ടമല്ല. അതിനെ ഡോക്ടർ പറയും, ശരി, നീ കുറച്ച് വലുതായി കഴിയുമ്പോ നീ സിയെ മറന്നു പോവില്ലേ? അപ്പൊ നിനക്ക് പേരൻസിനെ വേണ്ടേ, ഫ്രണ്ട്സിനെ വേണ്ടേ? ഈ ഒരു ചോദ്യത്തിന് ബെത്ത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് വിളിച്ചു പറയുന്നത്. ഞാൻ വലുതാവുമ്പോ സി എന്നെ നോക്കും, ഞങ്ങള് വിവാഹിതരാവും, ഞങ്ങൾക്ക് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും, ഞങ്ങൾ ഒരുപാട് കാലം ഒന്നിച്ച് കഴിയും. ഇതൊക്കെയാണ് കുഞ്ഞു ബെത്ത് പറയുന്നത്. ഇപ്പോ സി എന്ന ഡെവിള് തെരഞ്ഞു വന്നിരിക്കുന്നത് ബെത്തിനെയാണ്. അവളെ ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനാണ് ജോഷിനെ കൺട്രോൾ ചെയ്തത്. ബെത്ത്, അതിന് വേണ്ടത് നിന്നെ മാത്രമാണ്. അവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ ബെത്ത് ഉടനെ തന്നെ കെവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. പക്ഷേ കെവിൻ ആ ഫോൺ എടുക്കുന്നില്ല. ഇതേ സമയം തന്നെ കെവിൻ വീട്ടിലിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് വീടിന് മുകളിലെ എന്തോ ചാടി മറിയുന്ന ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഈ ചെറുക്കന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് അവൻ ജോഷിനെ നോക്കാനായിട്ട് മുകളിലേക്ക് പോയി. ചെന്ന് നോക്കുമ്പോ ജോഷ് നല്ല ഉറക്കത്തിലാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. കെവിൻ മകനെ പൊതച്ചു കൊടുത്ത് ശബ്ദം ഉണ്ടാക്കാതെ ആ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ ആ ഹോളിനകത്ത് ചുമരില് ജോഷ് അതേ ഡെവിളിന്റെ ചിത്രം വരച്ചു വെച്ചിരിക്കുക. അപ്പൊ തന്നെ അവിടെ ഉണ്ടായിരുന്ന കളിപ്പാട്ടം സീ സീ എന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ തന്നെ ചുമരിലുണ്ടായിരുന്ന ഡെവിളിന്റെ കണ്ണുകള് തിളങ്ങാൻ തുടങ്ങി. അതങ്ങനെ കെവിന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നുണ്ട്. അപ്പോഴേക്കും ബെത്ത് വീട്ടിലേക്ക് തിരിച്ചെത്തി. വന്ന് നോക്കുമ്പോ കാണുന്നത് ജോഷിന്റെ മുറിക്ക് തീ പിടിച്ച് വീട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. മരണഭയത്തില് ബെത്ത് ഉടനെ തന്നെ കുഞ്ഞിന്റെ മുറിയിലേക്ക് ഓടി. അവിടെ മുറിക്ക് തൊട്ടായിട്ട് കെവിൻ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ആ സമയം എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തവുമില്ല. മൈൻഡ് ബ്ലാങ്ക് ആയി പോയി. ഈ സമയം തീ പടർന്നിരുന്ന ആ മുറിയിൽ നിന്ന് ജോഷിന്റെ കരച്ചില് കേൾക്കാം. ജോഷിനൊന്നും പറ്റിയിട്ടില്ല. എന്നാ ബെത്ത് മകന്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴേക്കും ആ ഡെവിള് മകനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി ആ ഡോറ് ലോക്ക് ചെയ്യും. ആ മുറിക്കകത്ത് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവളെ കൊണ്ട് ആ ഡോറ് തുറക്കാനും പറ്റുന്നില്ല. പ്ലീസ്, അവനെ ഉപദ്രവിക്കരുത്, അവനെ വെറുതെ വിട്ടേക്ക്. അവൾ ആ ഡെവിളിനോട് കരഞ്ഞപേക്ഷിക്കുകയാണ്. എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കരുത്, ഞാൻ നിന്റെയാണ്, പ്ലീസ്, ഞാൻ നിന്റെ മാത്രമാണ്. ബെത്ത് അത് പറഞ്ഞ ഉടനെ തന്നെ ആ ഡോർ അങ്ങ് തനിയെ തുറന്നു വന്നു. ബെത്ത് പെട്ടെന്ന് തന്നെ മകനെയും കൊണ്ട് വീടിന് പുറത്തേക്ക് ഓടി. ആ വീടങ്ങനെ മുഴുവനും കത്തിപ്പോയി.
അടുത്ത ദിവസം നായിക മകനെയും കൊണ്ട് അനിയത്തി താമസിക്കുന്ന വീട്ടിലേക്ക് പോകുന്നു. കാരണം ബെത്തിന്റെ കൂടെ ജോഷ് ഉള്ളത് അവന്റെ ജീവന് തന്നെ ആപത്താണ്. ബെത്തിനെ സ്നേഹിക്കുന്ന എല്ലാവരെയും ആ ഡെവിള് കൊന്നുകളയും. ബെത്തിന്റെ ഡാഡിയെ കൊന്നതും ആ ഡെവിള് തന്നെയായിരുന്നു, അല്ലാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തതായിരുന്നില്ല. കുഞ്ഞിനെ നോക്കണം എന്ന് പറയുമ്പോ ജെന അതിന് സമ്മതിക്കില്ല. ഞാനോ കുഞ്ഞിനെ നോക്കാനോ? ബെത്ത് എങ്ങനെയോ അനിയത്തിയെ കൊണ്ട് സമ്മതിപ്പിക്കും. എനിക്കിപ്പോ സ്വന്തം എന്ന് പറയാൻ ജോഷും നീയും മാത്രമേ ഉള്ളൂ. ജോഷിനെ സംരക്ഷിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇതിനുശേഷം എന്താ, ബെത്ത് ആ ഡെവിളിന് വാക്ക് കൊടുത്തതുപോലെ താൻ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് പോകുന്നു. അവൾക്ക് മുന്നിൽ ആ ഡോറ് തനിയെ തുറന്നു വരുന്നുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളില് അവള് സിയോടൊപ്പം ഒളിച്ചു കളിക്കുന്നു. അവരൊന്നിച്ചിരുന്ന് സംസാരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. ആ ഡെവിളിനെ പ്രണയിക്കുന്നുണ്ട് എന്ന് അതിനെ വിശ്വസിപ്പിക്കുകയാണ് തന്റെ മകന് വേണ്ടി. അടുത്ത ദിവസം ഡോക്ടർ സീഗർ കെവിൻ മരിച്ചതറിഞ്ഞ് ബെത്തിനെ കാണാനായിട്ട് ആ വീട്ടിലേക്ക് വരും. ബെത്തിന് പിന്നെ എന്ത് ചെയ്യണോന്നറിയില്ല. ഈ വീടിനകത്തേക്ക് കയറിയാല് അത് ഡോക്ടറിന്റെ ജീവൻ ആപത്താണ്. അവൾ ആ ജനാലക്കരികില് മറഞ്ഞിരുന്നു. ബെത്ത്, എനിക്കറിയാം നീ ഈ വീടിനകത്തുണ്ടെന്ന്. ഞാൻ നിന്റെ സഹോദരിയെ കണ്ടിരുന്നു. കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ബെത്ത് പതിയെ ചെന്ന് ഡോറ് തുറന്നു. ഇവളിങ്ങനെ പേടിച്ച് വെപ്രാളപ്പെടുന്നത് കണ്ട് ഡോക്ടർ ചോദിക്കും, വീടിനകത്ത് നീയല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ? ഞാൻ അകത്തേക്ക് വന്നോട്ടെ, എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡോക്ടർ സീഗർ ആ വീടിനകത്തേക്ക് കയറി ചുറ്റുപാടും നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോ അവൻ നിന്റെ കൂടെ തന്നെയുണ്ട് അല്ലേ? ഇത് കേട്ട് ബെത്ത് പറയും, ഡോക്ടർ എന്തായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ ലൈഫാണോ നിനക്ക് വേണ്ടത്? അവന്റെ കൂടെ നിനക്ക് താമസിക്കണോ? അതിനെ എന്ത് മറുപടി പറയണം എന്നറിയാതെ അവള് പകച്ചു നിൽക്കുമ്പോ ഡോക്ടറിന് തൊട്ട് പിന്നില് ആ ഡെവിള് നിൽക്കുന്നുണ്ട്. ബെത്ത് ഉടനെ തന്നെ ഡോക്ടറിനെ പിടിച്ച് വലിച്ച് പുറത്താക്കി. ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. ഡോക്ടർ, നിങ്ങൾ വേഗം തന്നെ പുറത്തേക്ക് പോകണം. ഇപ്പോ ഡോക്ടർ ആണെങ്കിൽ ഡോറിന് പുറത്തുനിന്ന് നായികയോട് പറയും, ബെത്ത്, അവനെ ക്രിയേറ്റ് ചെയ്തത് അത് നീയാണ്. അവൻ നിന്റെ മനസ്സിലാണ്. അവനെ ഇല്ലാതാക്കണമെങ്കിൽ അത് നീ തന്നെ വിചാരിക്കണം. ഇനി സി ആരെയും ആക്രമിക്കാതിരിക്കാനും ഈ വീടിനകത്തേക്ക് ആരും കയറാതിരിക്കാനായിട്ട് ബെത്ത് ആ വീട്ടിലെ എല്ലാ ഡോറുകളും ജനാലകളും മരപ്പലക വെച്ച് ലോക്ക് ചെയ്യാണ്. അന്ന് രാത്രി ബെത്ത് ആ ഡെവിള് കാണാതെ തന്റെ ഫോണില് മകന്റെയും കെവിന്റെയും ഫോട്ടോ നോക്കി ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട്. ആ ഡെവിള് നടന്നു വരുന്ന ശബ്ദം കേട്ടതും പെട്ടെന്ന് തന്നെ ആ ഫോൺ എടുത്ത് ഒളിപ്പിച്ചു വെക്കും. എന്നാൽ അടുത്ത ദിവസം അവള് ഉറക്കം എണീറ്റ് നോക്കുമ്പോ സി ആ ഫോൺ താഴെ എറിഞ്ഞ് പൊട്ടിച്ചിരുന്നു. ബെത്ത് ആരെയും സ്നേഹിക്കുന്നത് ആ ഡെവിളിന് ഇഷ്ടമല്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഒരു ദിവസം ബെത്ത് ഉറക്കമൊക്കെ കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോ ആ മുറി മുഴുവനും റോസാപ്പൂക്കള് വെതറിയിരിക്കുന്നു. അവൾക്ക് ഒരുങ്ങാനായിട്ട് ഒരു വെഡ്ഡിംഗ് ഗൗണും ആ ഡെവിൾ അവിടെ വെച്ചിരുന്നു. അങ്ങനെ കല്യാണ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ബെത്തും സിയും ചേർന്ന് പതിവ് പോലെ തന്നെ തലയണയൊക്കെ താഴെ വെച്ച് ഒളിച്ചു കളിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നതിനിടയില് ആ ഡെവിള് കാണാതെ ബെത്ത് തന്റെ കുഞ്ഞിനോട് സംസാരിക്കാനായിട്ട് സഹോദരിയെ ഫോൺ ചെയ്യുന്നുണ്ട്. കുഞ്ഞിന്റെ ശബ്ദം കേട്ട് ബെത്ത് കരയാൻ തുടങ്ങി. അപ്പോ ജോഷ് പറയും, ഞാൻ അമ്മയോട് പിണക്കുക, നിങ്ങള് എന്റെ ഫ്രണ്ടിനെ തട്ടിയെടുത്തില്ലേ? അങ്ങനെ തന്നെ ആ ഫോൺ കോള് കട്ടായി. അത് കഴിഞ്ഞ് ബെത്ത് സിയെ തെരഞ്ഞു നോക്കുമ്പോ ആ വീടിനകത്ത് ഡെവിളിനെ കാണുന്നില്ല. വീടിന്റെ ഡോറൊക്കെ തകർത്ത് ആ ഡെവിള് അത് പുറത്തേക്ക് പോയി. ബെത്ത് ഇപ്പോ തന്റെ മകനോട് സംസാരിച്ചില്ലേ, അവള് തന്റെ വാക്ക് തെറ്റിച്ചു. ആ ഡെവിൾ ഇപ്പോ ജോഷിനെ കൊല്ലാനായിട്ട് പോയിരിക്കുകയാണ്. ഉടനെ തന്നെ ബെത്ത് അനിയത്തിയെ ഫോൺ ചെയ്യും. ജന, നീ ജോഷിനെ നോക്ക്, നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് പോണം. അതിന് ജന പറയും, അതെന്തിനാ? ജോഷിന് യാതൊരു കുഴപ്പമില്ലല്ലോ, അവനവിടെ TV കണ്ടോണ്ടിരിക്കുക. ഇത് പറഞ്ഞ് അവള് ജോഷിനെ നോക്കുമ്പോ കുഞ്ഞിനെ ഇപ്പൊ അവിടെ കാണുന്നില്ല. ആ വീട് മുഴുവനും തെരഞ്ഞു നോക്കിയിട്ടും ജോഷിനെ കാണുന്നില്ല. അവളങ്ങനെ ജോഷിനെ തെരഞ്ഞ് വീടിന് പുറത്തേക്ക് ഇറങ്ങി. നോക്കുമ്പോഴേ കുറച്ച് ദൂരെയായിട്ട് റെയിൽവേ ട്രാക്കില് അവൻ തനിയെ ഇരുന്ന് സംസാരിക്കുകയാണ്. അങ്ങോട്ട് ഒരു ട്രെയിൻ വരുന്നുണ്ട്. ഇത് കണ്ട് ഭയന്നു പോയ ജന്ന കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. അപ്പോഴേക്കും ഈ ഒരു സമയം കൊണ്ട് തന്നെ ഡോക്ടർ ബെത്തിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോലീസുകാരനെയും കൂട്ടി ആ വീട്ടിലേക്ക് എത്തി. അവർ ആ ഡോറ് തുറക്കാൻ പറഞ്ഞ് ഒത്തിരി ബഹളം വെക്കുന്നുണ്ട്. ബെത്ത്, ഇതെല്ലാം നിന്റെ തലയ്ക്കുള്ളിൽ മാത്രമാണ്. അവനെ നിന്റെ തലയ്ക്കുള്ളിൽ നിന്ന് എടുത്തു കളയാൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. കാരണം അവനെ ക്രിയേറ്റ് ചെയ്തത് നീയാണ്. ഇത് കേട്ട് ബെത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു വശത്ത് ജന കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഡോക്ടറും മറ്റു 2 പോലീസുകാരും ആ ഡോറ് തുറക്കാനായിട്ട് ശ്രമിക്കുന്നു. അവർ ആ ഡോറും തുറന്ന് അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴോ ബെത്തിന്റെ ഡാഡി മരിച്ച അതേ ഫാനിൽ തന്നെ അവൾ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഇതല്ലാതെ മകനെ രക്ഷിക്കാൻ ബെത്തിന് മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഡെവിളിന് ജോഷിനെ കൊലപ്പെടുത്താൻ കഴിഞ്ഞില്ല. ആ ഡെവിൾ എക്സിസ്റ്റ് ചെയ്യുന്നത് അത് ബെത്തിന്റെ തലയ്ക്കുള്ളിലാണ്, മനസ്സിലാണ്. അപ്പോഴേക്കും ആ പോലീസുകാര് ബെത്തിനെ രക്ഷപ്പെടുത്തി പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ബെത്തിന് തന്റെ ജീവൻ തിരികെ കിട്ടി. എങ്കിലും ബെത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ടു. അവളുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു. ബെത്തിനെയും കുഞ്ഞിനെയും നോക്കുന്നത് ഇപ്പോ സഹോദരിയാണ്. ഉറങ്ങുന്നതിന് മുന്നേ ജോഷ് പതിവ് പോലെ തന്നെ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്. മരിച്ചുപോയ ഡാഡിയോടും അവന്റെ കളിപ്പാട്ടങ്ങളോടും അമ്മയോടും അവസാനം ആ ഡെവിളിനോടും അവൻ ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ജനാലയ്ക്കരികിലിരിക്കുന്ന നമ്മുടെ ബെത്തിനെ കാണിച്ചുകൊണ്ടാണ് സി എന്ന ഈ ഒരു കനേഡിയൻ ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത്, സപ്പോർട്ട് ചെയ്യാം.
ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്